നിങ്ങളുടെ എങ്ങോട്ടാ? സോ ഒരു വീക്ക്ലി ഗ്രോസറി ഷോപ്പിംഗ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ വീക്ക്ലി ഗ്രോസറി ഷോപ്പിംഗ്. ഡ്രസ്സ് വേണമെങ്കിൽ ഉറക്കം വരുന്നുണ്ടോടാ നിനക്ക്? ഉറക്കം വരുവാണോ? നമ്മുടെ വീക്ക്ലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പോക്കാണിത്. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ മീൽ പ്ലാനർ ആൻഡ് ഇവിടെ എൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റുണ്ട്. ഭാഗ്യത്തിന് അതിൽ എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിക്കുള്ളൂ. നമ്മുടെ ഒരു വീക്ക്ലി പ്ലാനറാണേ. ദൈവം സഹായിച്ച ഫോണിലൊന്നും ചാർജില്ല. സോ എല്ലാം ചാർജറും എല്ലാം എടുക്കണം. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് ഇപ്പോൾ. ഇന്നലെ എപ്പോഴും അതൊരു വിൻ്റർ സമയം മാത്രമല്ല, കുറച്ച് നല്ലതായിട്ടുള്ള. അവസാനം വന്നപ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കായി. പിന്നെ ഞാനിനി ചെല്ലുമ്പോൾ ഞാൻ താമസിച്ചെന്ന് പറഞ്ഞോട്ട് അവരെന്നെ വന്നു. അതല്ലേ എല്ലാ വീട്ടിലും അങ്ങനെയാണല്ലോ, അമ്മമാരാണല്ലോ എനിക്ക് ലാസ്റ്റ് വരുന്നത്. അങ്ങനെ വണ്ടി പുറത്തിറക്കിയിട്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെന്നാ പണി കാണിച്ചേ? അന്നേരമേ നമ്മൾ അങ്ങനെയല്ലേ, എനിക്കത് പറയാൻ കിട്ടുന്നില്ല. മനസ്സിൽ ഭയങ്കര ഐഡിയാസ് ഒക്കെ കിടപ്പുണ്ട്, ഒന്നും നമ്മൾ പറയാൻ വേണ്ടി വരുന്നില്ല. അതെന്താണ്? ഓക്കെ, സോ ഇവിടെ ആക്ച്വലി അടുത്തൊക്കെ കുറേ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ട് ബൈക്കിന് പോകുന്നതൊരു കൊച്ചിനെ കൊണ്ട് ബൈക്കിന് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ആണ് കാറിന് പോകാമെന്ന് വിചാരിച്ചത്. അതെന്താ നീ ചെയ്യുന്നത്? അന്നേരം കുറച്ച് ഒരു 5-10 മിനിറ്റ് ദൂരെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. രത്നാദ്വീപ് എന്ന് പറയും. രത്നാദ്വീപ് അങ്ങനല്ലേ തന്നെയല്ലേ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്? രത്നദ്വീപ്. ഒരു 2-3 കിലോമീറ്റർ വരാനാണ് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് നമ്മൾ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്, രത്നാദ്വീപ്. ബ്രെഡ് എടുക്കണോ? കപ്പയൊക്കെ നമുക്ക് ഉണക്കപ്പ് ഇരിക്കില്ല, നമുക്ക് ഉണക്കപ്പ് മേടിക്കാമല്ലോ.
കൂടി ചെറിയ പ്രശ്നമാണ്. തരികയല്ലേ? തരാം 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 തരാം. ഓക്കെ, അങ്ങനെ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് മേടിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു. തിരിച്ച് വീട്ടിൽ പോകാം. പക്ഷേ ആസ് യൂഷ്വൽ ട്രാഫിക്, നല്ല ട്രാഫിക് ഉണ്ട് ഇപ്പോൾ. വീട്ടിൽ വന്ന് കയറിയ ഉടനെ എൻ്റെ ഫേസ് കണ്ടോ വല്ലാണ്ടങ്ങ് ഓയിലി അല്ല, അത് ആക്ച്വലി ഭയങ്കരമായിട്ട് ഞാൻ സ്വെറ്റ് ചെയ്തു. ജസ്റ്റ് താഴേന്ന് കാർ ഇറങ്ങി വീടിൻ്റെ മേളിൽ വരെ കയറി വന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തു. ഫേസ് വാഷ് ചെയ്ത ശേഷം എനിക്കടുത്ത കുറച്ച് പണിയുണ്ട്. സാധനങ്ങളൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് വെക്കണമല്ലോ. സോ ലെറ്റ്സ് ഗോ. സോ നമുക്ക് ഈ മേടിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്യും. സോ എൻ്റെ കിച്ചണിൽ നിന്ന് ഒരിക്കലും ഒരു എസ്തെറ്റിക് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. വളരെ റിയലായിരിക്കും. കാരണം എനിക്ക് എസ്തെറ്റിക് രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതൊന്നും എൻ്റെ കിച്ചണിൽ പോസിബിൾ അല്ല. അതിന് കാരണമുണ്ട്. കാരണം ഈ വീട്ടിലെ എല്ലാ മുറികളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ കിച്ചൺ അത്യാവശ്യം ചെറുതാണ്. എന്നാൽ ഒരാൾക്ക് സൗകര്യമായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ 35-40 കൊല്ലം പഴക്കമുള്ളൊരു കിച്ചണാണ് എൻ്റേത്. അതായത് അത്രയും വർഷം മുമ്പ് പണിത വീടാണ്. അന്നേരം ആ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷനിലാണ് കിച്ചണുള്ളത്. പിന്നെ കബോർഡുകളും കാര്യങ്ങളും ഒക്കെ ഇൻബിൽറ്റ് ആയിട്ടുള്ളത് ഒന്നുമല്ല. ഇൻബിൽറ്റ് ആയിട്ടുള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സാധാരണ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന കബോർഡുകളാണ് അവിടെ ഉള്ളത്. എന്നിരുന്നാലും അവിടെ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് ക്ലിയർ ആക്കിയാണ് ഞാൻ വെക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും, ഹൈജീനിക് ആയിരിക്കും. സാധനങ്ങൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് പ്രോപ്പറായിട്ട് അടുക്കി വെക്കാൻ സ്ഥലമില്ലെങ്കിൽ കൂടിയും കിച്ചൺ നല്ല ഹൈജീനിക് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഈ വാങ്ങിച്ച സാധനങ്ങളിൽ നിന്നെല്ലാം ഫ്രിഡ്ജിൽ വെക്കേണ്ട വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങനെ തന്നെ എടുത്ത് വെക്കും. ഞാൻ വേറെ ഒന്നും ബോക്സസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കും. ബാക്കി സാധനങ്ങളൊക്കെ ആ പാക്കറ്റ് തന്നെ ആക്കി മറ്റൊരു കബോർഡിലേക്ക് വെക്കുകയാണ് ചെയ്യാറുള്ളത്. സോ അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു. എല്ലാം ഓരോന്നും അതിൻ്റെതായ സ്പേസുകളിലേക്ക് മാറ്റി വെച്ചു. ഇനി ഈ വീഡിയോ ആക്ച്വലി എങ്ങനെ ഇരിക്കും എന്നെനിക്കറിയില്ല. ഞാനും ഈ വ്ളോഗിങ്ങിൽ ഫസ്റ്റ് ടൈമാണ് ഓഫ് കോഴ്സ്. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതൊരു കുറച്ചങ്ങ് എത്തിയപ്പോൾ മനസ്സിലായി ഇത് എത്ര ഡിഫിക്കൽട്ടാണ് ഇതിൻ്റെ കാര്യം. ക്യാമറ നോക്കണം, കയ്യിൽ പിടിക്കണം, റിയലി ഭയങ്കര നല്ല ഡിഫിക്കൽട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മുന്നിൽ നിന്ന് നോക്കി കാണുമ്പോൾ ഇതൊക്കെ സിമ്പിൾ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അറ്റ് ദ എൻഡ് നമ്മളത് ചെയ്ത് നോക്കാതെ നമുക്ക് അറിയില്ല അതിൻ്റെ അകത്ത് നമ്മൾ എന്തോ എഫേർട്ട് ഇടുന്നുണ്ടെന്ന് മനസ്സിലാവില്ല. എനിവേ ഇത് ഞാൻ അത്ര നന്നായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ അറിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞാനിത് പോസ്റ്റ് ചെയ്യും. എങ്ങനെയാണെങ്കിലും ഞാനിത് പോസ്റ്റ് ചെയ്യും. ലെറ്റ് മീ സി. ഈ ഒരു വ്ളോഗ് ഇങ്ങനെ ആയിരിക്കും. അത്ര നല്ലതൊന്നും ആയിരിക്കില്ല, പക്ഷേ ഷുവർ അടുത്ത വ്ളോഗ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞുള്ള വ്ളോഗ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ പതുക്കെ പഠിച്ചെടുക്കും. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണമല്ലോ. യെസ്, ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇവിടെ തീർന്നു. എനിക്കിനി ആക്ച്വലി പണിയുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള ചോറും ഒക്കെ ഉണ്ട്, നല്ലൊരു ചാറ് കറിയും കൂടെ റെഡിയാക്കണം. അപ്പോൾ എനിക്ക് ബാക്കി പണിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.